ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് SSLC ഹിന്ദി എക്സാമിനേഷൻ്റെ പോയം, അതായത് കവിതകളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കാൻ പോകുന്നത്. അതായത് കവിതകളിൽ നിന്ന് പങ്ക്തിയോं का आशय लिखो എന്ന പേരിൽ എല്ലാ വർഷവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു കവിതയുടെ ചോദ്യം ഉണ്ടായിരിക്കും. സോ നമ്മളിത് പ്രീവിയസ് ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു 2024 മുതൽ 2014 വരെ. നമ്മുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ 3 കവിതകളെ നമ്മളോട് ആശയം ചോദിക്കുന്ന, അതായത് ആസ്വാദനക്കുറിപ്പ് ചോദിക്കുന്ന കവിതകളുള്ളൂ. 1 അകാൽ ഓർ ഉസ്കെ ബാദ്, 2 ബച്ചേ കാം പർ ജാ രഹേ ഹേ, 3 ടൂട്ടാ പഹടിയ. ഇത് 3 മാത്രമേ ചോദിക്കലുള്ളൂ. പിന്നെ വേറൊരു കവിതയും കൂടിയുണ്ട്, പക്ഷെ അത് ടിപ്പണി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓൾറെഡി അതിൻ്റെ ആസ്വാദനക്കുറിപ്പായിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഹതാശ എന്ന് പറഞ്ഞ ആ ഒരു കവിതയാണ്. അതായത് ശുക്ല എഴുതിയ കവിത, അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പാണ്, നമ്മൾ ഒരു ലേഖനമാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ആസ്വാദനക്കുറിപ്പ് ചോദിക്കലില്ല. പക്ഷെ ഇത് 3 നിന്നും കാലാകാലമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം എത്രമാത്രം ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത് 2024 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയിൽ നിന്നായിരുന്നു ചോദിച്ചത്. ചുൻഹ ഓർ ചക്കിക്ക് പാസ് കോൺ സോയെ, ആരാണ് ചുൻഹയുടെയും ചക്കയുടെയും അടുത്ത് കിടന്ന് ഉറങ്ങുന്നത്? ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം, കാനി കുത്തിയാണ്. സോ 1 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കവിതാംശുക ആശയ ലിഖോ എന്നാണ്. അപ്പം നിങ്ങൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ കവിതയുടെ പേര്, രണ്ടാമത് കവിത എഴുതിയ കവി ആര്, മൂന്നാമത് ചെറുതായിട്ടൊരു കവിതയെക്കുറിച്ച് ഒരു ചെറിയ ഒരു ആശയം കൊടുക്കണം, നാലാമതായിട്ട് കവിതയുടെ തന്നിരിക്കുന്ന വരികളിലെ ആശയം ഒന്ന് സ്പെസിഫൈ ചെയ്യണം. ഇത്രയും എഴുതിയാൽ തന്നെ 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ അടുത്ത പാർട്ടിലേക്ക് പോകാം. അടുത്തത് 2024 മോഡൽ എക്സാമിന് ഹിന്ദിയിൽ ചോദിച്ച കവിതയെക്കുറിച്ച് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന കവിതയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ, പർവ്വത് കെ അർത്ഥ മേ പ്രയുക്ത ശബ്ദ കോൻസാ ഹേ? ഭൂകമ്പം നമുക്കറിയാം, എർത്തുക്വേക്കാണ്. അടുത്തത് അന്തരീക്ഷം നമുക്കറിയാം, അറ്റ്മോസ്ഫിയർ ആണ്. ഇമാരത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബിൽഡിങ്സ് ആണ്. അടുത്തത് പഹാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൗണ്ടെയിൻ എന്നൊരു മീനിങ് വരുന്നുണ്ട്, ഹിൽ എന്നൊക്കെ ഉള്ള മീനിങ് വരുന്നുണ്ട്. സോ പർവ്വത് എന്നതിന് എക്സാക്ട് മീനിങ് പഹാഡ് തന്നെയാണ്. സോ 1 മാർക്ക് നമുക്ക് അവിടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ആശയമാണ്. ആശയത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം കവി ആരാണെന്നും കവിതയുടെ പേരെന്താണെന്നും അറിഞ്ഞിരിക്കണം. അതിനുശേഷം കവിതയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു രൂപം, ഒന്ന് ചെറുതായിട്ടൊരു ഷോർട്ടായിട്ട് കവിത എന്താണെന്നും കവിതയുടെ എന്താണ് മെയിൻ ആയിട്ടുള്ള ആശയം എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് പറയണം. എന്തിനെക്കുറിച്ചാണ് കവിത പറയുന്നത് എന്നൊരു ചെറിയതായിട്ട് ഒരു പാരഗ്രാഫിൽ നമുക്ക് പറഞ്ഞു പോകാം. അതിനുശേഷം ഈ വരികളെക്കുറിച്ച് ഒന്നും കൂടെ ഇൻഡെപ്തിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും. സോ ഇതാണ് നമുക്ക് 2024 മോഡൽ എക്സാമിന് ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് 2023 മാർച്ചിൽ സെയിം ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് പിന്നെയും ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിശേഷൻ ശബ്ദ ചുൻകർ ലിഖോ. ഏതാണ് വിശേഷൻ ശബ്ദ്? ബഗീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടം എന്ന മീനിങ് ആണ്. അടുത്തത് ദുനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ആണ്. ലേക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ എന്ന മീനിങ് ആണ് വരുന്നത്. സാര എന്ന് പറഞ്ഞാൽ ഓൾ എന്നൊരു മീനിങ് ആണ്. സോ നിങ്ങൾക്ക് സിംപിളി നിങ്ങൾക്ക് മനസ്സിലാക്കാം, വിശേഷൻ ശബ്ദ് സാര ആണ്. സാര ദുനിയ, സാര ബഗീച്ച എന്നൊക്കെ പറയുമ്പോൾ ഒരു നൗണിനെ നമുക്ക് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് വിശേഷൻ ശബ്ദം. സോ സാര എന്നത് ഒരു വിശേഷൻ ശബ്ദം തന്നെയാണ്. അടുത്തത് ആശയം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പ്രിപ്പയർ ചെയ്ത അതേ ആശയം, അതായത് ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് 2024 ചോദിച്ചിട്ടുള്ളത്. സോ റിപ്പീറ്റിംഗ് ആണ് ഈ ഒരു ഭാഗം. പിന്നെയും 2023 മോഡലിനും സെയിം ചാപ്റ്ററിൽ നിന്നാണ് ബച്ചേ കാം പർ
ജാ രഹാ ഹെ എന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് അടിച്ച് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കവിത എന്ന് പറയുന്നത് ബച്ചേ കാംപർ ജാ രഹാ ഹെ എന്നതാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. വിശേഷൺ ശബ്ദമാണ്. വേർഡ് തന്നിട്ടുണ്ട് കാല പഹടിയ. കാല എന്ന് പറഞ്ഞാൽ കറുത്ത എന്നതാണ് മീനിങ്. പഹടിയ എന്ന് പറഞ്ഞാൽ മൗണ്ടീൻ. സോ കറുത്ത മൗണ്ടീൻ എന്നതിനെ വിശേഷൺ ശബ്ദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുത്ത എന്ന കാല എന്നത് തന്നെ ആ വേർഡ് തന്നെയാണ് വിശേഷൺ ശബ്ദമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ രംഗ് ബിരംഗ് കിതാബോ കെ ഹോത്തെ ഹുയേ ബി ബച്ചെ പഠ്തേ സേ വഞ്ചിത് ഹേ. വളരെ കളർഫുള്ളായ ബുക്കുകൾ വെച്ച് പഠിക്കേണ്ട ഒരു പ്രായത്തിൽ കുട്ടികൾ അതിൽ നിന്ന് വഞ്ചിതരാകുന്നവർക്ക് അത് പഠനം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇതിന് സിമിലർ ആയിട്ടുള്ള വരി സെലക്ട് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആ വരി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ 2 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നോക്കിയിരുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ റിപ്പീറ്റിംഗ് ആണ്. നേരത്തെ പറഞ്ഞത് അതേ സെയിം ക്വസ്റ്റ്യൻ, കവിതാംശം എഴുതാനാണ്. സോ കവിതാംശം എഴുതുമ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, കവിയുടെ പേരും കവിതയുടെ പേരും കൃത്യമായി എഴുതിയാൽ തന്നെ നല്ലൊരു ശതമാനം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇത് നിർബന്ധമാണ് ഒരു കവിതയുടെ അംശം അല്ലെങ്കിൽ ആശയം എഴുതുമ്പോൾ. 3ാമത് ചെറിയൊരു ആശയം നിങ്ങൾ ഒരു പാരഗ്രാഫിൽ എഴുതണം. അതുപോലെ തന്നെ 4ാമതായി എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് എഴുതാനുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2022 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ് ഇത്. ടൂട്ട പഹടി, ഇത് കവിതയുടെ പേര് നിങ്ങൾ ഇതിനകത്ത് എവിടെയും തന്നെ സൂചിപ്പിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാണ് ടൂട്ട പഹടിയ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കവിതാംശം ആശയലേഖോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സിമിലർലി കവിയുടെ പേരും കവിതയുടെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയൊരു തോതിൽ ചെറിയൊരു പാരഗ്രാഫിൽ ആശയം എഴുതണം. അതുപോലെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് എഴുതാനുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് 2022 മാർച്ചിൽ ചോദിച്ചിരിക്കുന്നത്. 2022 മോഡൽ എക്സാമിന് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു പോയി 2022 മാർച്ചിലെ ക്വസ്റ്റ്യനിലും 2022 മോഡൽ എക്സാമിനും കവിതയുടെ പേര് തന്നിട്ടില്ല. ഡയറക്റ്റ് കവിതയുടെ ഒരു ഭാഗം തന്നിട്ട് ആശയം ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ എന്താണെങ്കിലും 3 കവിതയുടെയും കവി ആരാണെന്നും കവിതയാണ് ഏതാണെന്നും കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുന്നത് അത്യാവശ്യമാണ്. സോ ഇത് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് കവിതയും കവിതയുടെ പേരും കവിതയുടെ ചെറിയൊരു അർത്ഥവും മനസ്സിലാക്കിയിരിക്കുന്നത് നിർബന്ധമായി ആവശ്യമുള്ളതാണ്. അടുത്തത് 2021 മാർച്ചിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുണ്ട് ടൂട്ട പഹടിയ എന്ന കവിതയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുജെ ഫിക്രോ മത് യഹ് കോൻ കഹ്താ ഹെ. ആരാണ് ഇത് പറഞ്ഞത്? ആരാണ്? ടൂട്ട പഹടിയ ആണ് പറഞ്ഞിരിക്കുന്നത് എന്നെ എറിയരുത് എന്ന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിശേഷൺ ശബ്ദ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ദുരൂഹ ചക്രവ്യൂഹം. ചക്രവ്യൂഹത്തിന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദുരൂഹ എന്നാണ്. സോ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ദുരൂഹാണ് ആൻസർ. അടുത്തത് യഹ് ആശയവാലി പങ്ക്തിയും ചുൻകർ ലിഖോ. ചുവടെ നൽകിയിരിക്കുന്ന ഒരു സെന്റൻസിന്റെ ആശയം വരുന്ന അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ലൈൻസ് വരുന്ന വരി എടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് വരി എന്ന് നോക്കാം. ടൂട്ട ചക്ര कहता है कि मुझे फिक्रो नहीं चाहिए. രഥത്തിന്റെ പൊട്ടിയ ചക്രം പറയുന്നു എന്നെ വലിച്ചെറിയരുത് എന്ന്. സോ ഇത് എവിടെയാണ് പറയുന്നത്? ആദ്യത്തെ ഈ 2 വരിയുണ്ട്. മെയിൻ രഥ കാ ടൂട്ടാ ഹുവാ പഹടിയ ഹൂം ലേക്കിൻ മുझे ഫിക്രോ മത്. ഇതാണ് ആ വരിയിൽ ഇതാണ് ആ ഒരു സെന്റൻസിന്റെ അർത്ഥം വരുന്ന വരി. അടുത്തത് പങ്ക്തിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, വരികൾ എന്നാണ്. സോ വരികൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ 8ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആശയം എഴുതാനാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ ടൂട്ടാ പഹടിയ ആരെഴുതിയതാണ്, കവിതയുടെ പേര്, കവിതയുടെ ആശയം എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ അടുത്ത കവിതയിലേക്ക് പോകാം. എഗെയിൻ 2021 മോഡൽ എക്സാമിന് നിങ്ങൾ നേരത്തെ കണ്ടു 2021 മാർച്ചിലും 2021 മോഡൽ എക്സാമിനും സെയിം പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ടൂട്ട പഹടിയ.
സോ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലേക്കിൻ മുജെ ഫിക്രോമത് കോൻസെ ആരെ, ടൂട്ട പഹഡിയനെയാണ് എറിയരുത് എന്ന് പറയുന്നത്. വിശേഷൺ ശബ്ദം എന്താണ്? ടൂട്ട പഹഡിയ. ഈസിയാണ്. പഹഡിയ എന്ന് പറഞ്ഞാൽ വീൽ, ടൂട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രോക്കൺ. സോ എന്താണ് ഇവിടെ വിശേഷൺ ശബ്ദം? ടൂട്ടായാണ്. അടുത്തത് ടൂട്ട പഹഡിയ കിസ്ക പ്രതിദിൻ കർത്തേ ഹെ, സ്പഷ്ടത. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങളൊരു 3 ലൈൻസ് എങ്കിലും നിർബന്ധമായിട്ടും അത് എഴുതണം. 3 സെന്റൻസ് എങ്കിലും എഴുതാൻ ശ്രദ്ധിക്കുക. എന്തിന്റെ പ്രതീകമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കൃത്യമായിട്ട് ഇത് പഠിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആശയം എഴുതാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, റിപ്പീറ്റിംഗ് ആണത്. അടുത്തത് 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ബച്ചേ കാംപർ ജാ രഹേ ഹേ എന്ന കവിതയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത് വിശേഷൻ ശബ്ദം എഴുതാനാണ്. നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് കണ്ടതേ ഉള്ളൂ. കാല, കാല മീൻസ് ബ്ലാക്ക്. ഓക്കെ. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യനിനകത്ത് ആശയം എഴുതാനാണ്. ബച്ചേ കാംപർ ജാ രഹേ ഹേ എന്നതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്തൊക്കെയാണ് അതിൽ ആശയം ചോദിച്ചാൽ എഴുതേണ്ടതെന്ന്. സോ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത് എഗെയിൻ 2020 മോഡലിലും 2020 മാർച്ചിലും സെയിം പാഠഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ബച്ചേ കാംപർ ജാ രഹേ ഹേ എന്ന ചാപ്റ്ററിൽ നിന്ന്. സോ ബച്ചേ കാംപർ കബ് ജാ രഹേ ഹേ, എങ്ങോട്ടാണ് കുട്ടികൾ പോകുന്നത്? ചോദിച്ചിരിക്കുന്നത് കുട്ടികൾ എങ്ങോട്ടാണ് ജോലിക്ക് പോകുന്നത്. സോറി, കബ് എപ്പോഴാണ് പോകുന്നത് എന്നാണ്. സുബഹ് സുബഹാണ്, രാവിലെയാണ്, അതിരാവിലെയാണ് പോകുന്നത്. അടുത്തത് ഭയാനക പങ്ക്തി എന്നതിൽ വിശേഷൺ ശബ്ദം ഏതാണ്? പങ്ക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈൻസ്, ലൈൻ. ഭയാനക മീൻസ് സ്യൂഷൻ, പേര് പറയുന്ന പോലെ ഭയാനകമായ വരികൾ. സോ വിശേഷൺ ശബ്ദം എന്താണ്? ഈസിയായിട്ട് കിട്ടിക്കഴിഞ്ഞു വേണം. ഭയാനക. അടുത്തത് ആശയമാണ് ചോദിച്ചിരിക്കുന്നത്. ബച്ചേ കാംപർ ജാ രഹേ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അതിന് ആശയം എഴുതുക. ഇനി അടുത്തത് 2025 മോഡലാണ്. നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 7ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചമക് ഉഠ് ദി ഘർ ഭർ കി ആംഖോ ഇസ്കാ മത്ലബ് ക്യാ ഹേ, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വീടുകൾ നിറഞ്ഞ് കണ്ണുകൾ തിളങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സബ് ഗുഷ് ഹോനെ ലഗെ എന്നാണോ? അത് ദുഃഖാണോ, ഉദാസാണോ, അതോ ക്രോധാണോ? സോ ഗുഷാണ് ക്ഷാമം, അവർ അകാൽ കഴിഞ്ഞിരിക്കുന്നു. സോ വീട്ടിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നു, കണ്ണുകളെല്ലാം തിളങ്ങുന്നു എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കവിതാംശം ചോദിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ 1ാമത്തെ കവിത ടൂട്ട പഹഡിയ എന്ന കവിത. അകാൽ എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അകാൽ ഓർ ഉസ്കെ ബാദ്. പിന്നെ ഒരു കവിതയും കൂടി ഉള്ളത് ഏതാണ്? ബച്ചൈ കാംപർ ജാ രഹേ ഹേ എന്ന കവിത. സോ ടൂട്ട ഇതിനകത്ത് ഏതൊക്കെ ഇയറിൽ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന് നോക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നർത്ഥം. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 2021 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ടൂട്ട പഹഡിയ എന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അത് 2021 മോഡലിനും സെയിം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 2021 മോഡലിനും. ഇനി അടുത്തത് 2020 മാർച്ചിൽ ബച്ചേ കാംപർ ആണ് ചോദിച്ചിരിക്കുന്നത്. 2020 മാർച്ചിലും 2020 മോഡലിനും, അതായത് 2020 മാർച്ചിലും 2020 മോഡലിനും ഒരേ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അടുത്തത് അകാൽ ഓർ ഉസ്കെ ബാദിൽ നിന്ന് 2025 മോഡലിനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം കഴിഞ്ഞത് അതവിടെ നിൽക്കട്ടെ. അടുത്തത് ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? അകാലാണ്. 2022 മോഡല് അകാലാണ്. 2022 മോഡൽ. അടുത്തത് ടൂട്ട പഹഡിയാണ്. 2022 മാർച്ചിൽ. 2022 മാർച്ചിൽ വന്നിരിക്കുന്നത് ടൂട്ട പഹഡിയാണ്.
സോ അവിടെ മാത്രം ചെറിയൊരു വ്യത്യാസം വന്നു. നമുക്ക് നോക്കാം. അടുത്തത് 2023 ബച്ചയാണ്, 2023 മാർച്ചിലും ബച്ചയാണ്. 2023 മാർച്ച്, 2023 മോഡലിനും. അടുത്തത് 2024 മോഡലിന് ഏതാണ്? ബച്ചയാണ്. 2024 അകാലുമാണ്. മാർച്ചിൽ അകാല് ചോദിച്ചു, മോഡലിന് ബച്ചയും ചോദിച്ചു. മാർച്ച് മോഡൽ. സോ ഈ 3 കവിതകളിലും ചോദിക്കാതിരുന്നു എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. ചോദിക്കാതിരുന്നിട്ടില്ല, എപ്പോഴും തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കത് ഇത് നോക്കാം. നമുക്ക് കണ്ടാൽ മനസ്സിലാകും. 3 തന്നെ ഈ ടൂട്ട പഹഡിയ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അകാലിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ളത് 3 ക്വസ്റ്റ്യൻ. ബച്ചയിൽ നിന്ന് 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻ. സോ വെയിറ്റേജ് കൂടുതൽ ബച്ചയ്ക്ക് തന്നെയാണ്. പക്ഷേ ഇത് കണ്ടോ നിങ്ങൾ, 2022 ഒരേപോലെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്, 2023 ഒരേപോലെയാണ് ചോദിച്ചിരിക്കുന്നത്, പിന്നെ 2021 ഒരേപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായിരിക്കുന്നത് 2022 2024 മാത്രമാണ്. ഇനി 2025 ഒരേപോലത്തെയും വേണം ചോദിക്കാം, വേറെയും ചോദിക്കാം. സോ നിങ്ങൾ നിർബന്ധമായും ബച്ച പഠിച്ചിരിക്കണം, അകാലും എന്താണേലും പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. കാരണം ബച്ചയിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരിക്കുന്നുണ്ട്. അകാലാണ് 2025 മോഡലിൽ ചോദിച്ച ചാൻസ് ഉണ്ട്. പറയാൻ പറ്റില്ല, ഇനിയിപ്പം ടൂട്ട ചോദിക്കാതിരിക്കാം, എന്ത് വേണേലും ചെയ്യാം. സോ പ്രിഡിക്ഷൻ ഒന്നും അല്ല ഇത്, ജസ്റ്റ് ലോജിക്കാണ്. സോ നിങ്ങൾ നന്നായി പഠിക്കുക. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കവിത എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. സോ നന്നായി ഇരുന്ന് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. കവിതകളിൽ നിന്ന് നിങ്ങൾ കൂടുതൽ വേറെ ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിലും ആകെ ആസ്വാദനക്കുറിപ്പ് മാത്രം പഠിച്ചാൽ മതിയാകും. കാരണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസിലി അറ്റൻഡ് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.